Hi, hello, assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നമ്മുടെ ചെറിയ മക്കളുണ്ടല്ലോ, 5 മാസം 10 മാസം 1 വയസ്സ് 5 മാസമല്ല 6 മാസം മേലെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ 4 വയസ്സായാലും 5 വയസ്സായാലും 10 വയസ്സായാലും 3 വയസ്സ് ഏത് പ്രായമുള്ള മക്കൾക്കും സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ കളർ വർദ്ധിക്കാനുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് മാഡം ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എന്നെ മാഡം എന്നൊന്ന് വിളിച്ച് ആരും മെസ്സേജ് അയക്കരുത് കേട്ടോ. ഞാനെന്ത് വലിയ ആളെ പോലെയൊക്കെ എനിക്ക് തോന്നുക. അപ്പം മറുവാന്ന്, എൻ്റെ പേര് മറുവയാണ്, അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. മറുവാന്ന് എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ഓയിൽ വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ഓർഡർ തരിക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞ് വീഡിയോ അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേന്ന്. ഏത് കാര്യമാണോ നമുക്ക് ആർക്കും അറിയാത്തത്, പക്ഷെ നമ്മളതൊന്നും യൂസ് ചെയ്യില്ല, നമുക്കതൊന്നും ചെയ്യണം എന്നുള്ളൊരു ഇത് നമുക്കില്ല. സത്യമല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു 5 മാസം കൂടി, ചിലർ 6th മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യും, ചിലർ 6th മന്ത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കുറേ ക്യാരറ്റ്, ഞാൻ എന്നും എൻ്റെ കുട്ടിക്ക് ക്യാരറ്റ് കൊടുക്കാറുണ്ട്, പക്ഷെ എൻ്റെ കുട്ടി നിറം വെക്കുന്നില്ല. നമ്മൾ 1 മാസം കൊടുത്താലും 2 മാസം കൊടുത്താലൊന്നും കുട്ടികളുടെ സ്കിൻ ടെക്സ്ചർ അത്ര പെട്ടെന്ന് മാറി കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്താണ്, നമ്മൾ നട്ട്സ്, അതായത് മെലാനിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ആ ഒരു സയൻറ്റിഫിക് ഇതിലോട്ട് ഞാൻ പോകുന്നില്ല. ഇത് നമ്മളുടെ ശരീരത്തിൽ കൂടുതലുള്ളവരായിരിക്കും ഡാർക്കായിട്ട് കാണിക്കുന്നത്, കുറവുള്ളവരായിരിക്കും കളർ കൂടി കാണിക്കുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മെലാനിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാത്തയോൺ കണ്ടൻറ്റ് കൂട്ടുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണ്ട എന്നല്ല. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു തുടങ്ങി 1 മാസം കഴിച്ചു, 2 മാസം കഴിച്ചു. ഞാൻ എൻ്റെ കുട്ടിക്ക് 1 വയസ്സ് മുതൽ കൊടുക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ 3 മാസമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, 2 വയസ്സ്. നമ്മൾ ഈ കൊടുക്കുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് ഫ്യൂച്ചറിൽ മക്കളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ പോയിന്റും കൂടെ പറയണം. എന്താണ് ഈ എന്താ പറയുക, കുട്ടികൾ നിറമില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട്, നമ്മൾ മക്കൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം, ഞാനിത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാം ബെസ്റ്റായിട്ട് കൊടുക്കുന്ന നമ്മൾക്ക് അവരെ ബെറ്ററായിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ മക്കൾ കുറച്ചൊന്ന് കളർ കുറഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ തടി ഇല്ലയെന്ന് വിചാരിച്ചിട്ടോ, തടി ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ, എന്തെങ്കിലും ഒന്ന് കുറവുണ്ട് വിചാരിച്ചിട്ടോ നമ്മളൊരിക്കലും അവരെ ഇഷ്ടപ്പെടാതിരിക്കില്ല. ശരിയല്ല? ബാക്കിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുമണിയായിട്ടോ. അപ്പോൾ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എടുത്ത ഉടനെ അതായിരിക്കും അടുത്ത കമൻറ്റ് വരുന്നത്. ഞാൻ ആ പറഞ്ഞ കാര്യം ആളുകൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ കാണുന്നവർക്ക് മനസ്സിലാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാനത് പറഞ്ഞത്. ചിലർക്ക് മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നട്ട്സുകൾ ഭക്ഷണത്തിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബദാം, പിന്നെ വാൾനട്ട്, അതുപോലെ തന്നെ പിസ്ത എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കുട്ടികൾക്കായാലും നല്ല ഉറക്ക് വേണം. ഇപ്പോൾ പിസ്ത രാത്രി, ഇപ്പോൾ പൊതുവേ ചിലർ പറയും, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, പിസ്ത രാത്രി കിടക്കുമ്പോൾ ഒരു 5-6 കഴിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്ക് കിട്ടും എന്നുള്ളത്. യെസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്ക് കിട്ടും. ചിലപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഒരു വാക്ക് ചെയ്താലായിരിക്കും ചിലർക്ക് നല്ല ഉറക്ക് കിട്ടുക, ചിലർക്ക് കുറേ നേരം ഇൻസ്റ്റാഗ്രാം തോണ്ടിയാലായിരിക്കും ഉറക്ക് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ 5-6 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു 5-6 പിസ്ത ഒക്കെ കൊടുത്തിട്ട് അവരെ ഉറങ്ങുന്നതിന് മുന്നേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്ക് കിട്ടുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നെസ് അവർക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നല്ല രീതിയിലുള്ള ഒരു ബോഡി ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് കാണാൻ പറ്റും. നട്ട്സ്. പിന്നെ രണ്ടാമുള്ളത് ABC ജ്യൂസാണ്. കഴിയുന്നത് നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ പല ഫ്രൂട്ട്സുകളും കുട്ടികൾക്ക് പ്രിഫറൻസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ആപ്പിൾ, അതുപോലെ തന്നെ ക്യാരറ്റും ബീറ്റ്റൂട്ടും വെജിറ്റബിൾസിൽ പെട്ടതാണ്. അപ്പോൾ ഈ ABC ജ്യൂസ് ഒരാഴ്ചയിൽ 2-3 തവണ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ 6th മന്ത് മുതലുള്ള മക്കൾക്കൊക്കെ കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് പോലെ ആക്കിയിട്ട് അത് നമുക്ക് വേവിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ചെറിയ മക്കൾക്ക്. 5-6 വയസ്സല്ലെങ്കിൽ 10 വയസ്സുള്ളവർക്കൊക്കെ ഇതുപോലെയും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഓയിൽ മസാജ്.
ഈ ഓയിൽ മസാജ് ചെയ്യുമ്പം ഇപ്പം ഞാൻ എൻ്റെ എണ്ണയുടെ കാര്യമല്ല കേട്ടോ ഇവിടെ പറയുന്നത്. ഓയിൽ മസാജ് ചെയ്യുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ചില മക്കൾക്ക് വെന്ത വെളിച്ചെണ്ണ തേച്ചാൽ നല്ല റിസൾട്ടാണ്. ചില മക്കൾക്ക് ചിലർ നാൽപ്പാമരാതിയുടെ തൈലം തേച്ച് കൊടുക്കുന്നവരുണ്ട്. ചിലർ വീട്ടിൽ തന്നെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കാച്ചിയെടുക്കുന്ന എണ്ണയുണ്ട്. അപ്പോൾ ഞാൻ ഇറക്കുന്ന ഓയിൽ ഒരുപാട് മക്കൾക്ക് അവർ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കാണുന്ന എണ്ണ തന്നെയാണ് കേട്ടോ, ഒരുപാട് മക്കൾക്ക്. അതേ കൂടെ തന്നെ ഞാൻ പറയാണ്, 100 മക്കൾക്ക് തേക്കാൻ വേണ്ടി ഉമ്മമാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൻസ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതിലൊരു 5-6 ആൾക്കാർ റിസൾട്ട് ഇല്ലയെന്നും പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ പറയുമ്പോൾ ഞാൻ അവിടെയും പറയണ്ടേ, ഒരു ഭാഗം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവില്ല. മാഷാഅല്ലാ മക്കൾക്ക് 6 മാസം പ്രായം മുതൽ അല്ലെങ്കിൽ 1.5 മാസം പ്രായം മുതലുള്ള എല്ലാ മക്കൾക്കും യൂസ് ചെയ്യുന്നിട്ട് ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞൊരു വിഷയമാണ് മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ. ഇനിയിപ്പോൾ അതല്ല, ഞാൻ ഈ ഒരു വിഷയം ടോപ്പിക്ക് സംസാരിച്ചപ്പം ഈ എണ്ണയുടെ ഒരു ഓയിൽ ബാത്ത് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വലിയ രീതിയിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മസാജ്, ഇതൊക്കെ ജനറലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ മാർവാസ് ഓയിലിനുള്ള ഒരു പ്രത്യേകത, നല്ല രീതിയിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് 2 ഡ്രോപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കുട്ടികളൊക്കെ എടുക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ. അതല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ 40 ഞാൻ പറഞ്ഞ കുങ്കുമാവി തൈലൊക്കെ തേച്ച് കുളിപ്പിക്കുമ്പോൾ ബെസ്റ്റ് തന്നെയാണ്. ഈ 3-4 കാര്യങ്ങൾ കുട്ടികളുടെ ശ്രദ്ധിച്ചാൽ. പിന്നെ ഒരു പ്രശ്നമുള്ളത്, പൊതുവേ പറയും, കുട്ടി നല്ല നിറമുണ്ടായിരുന്നു 3-4 വയസ്സ് വരെ, കളിക്കേണ്ട പ്രായം തുടങ്ങിയപ്പം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നിറ ഇരുണ്ട്. എന്താണ് കാരണം? സൺ ടാൻ. നമ്മൾ കുട്ടികൾ എന്നല്ല, നമ്മളായാലും ഇന്നിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ നല്ലപോലെ സൂം ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ടെക്സ്ചർ മാറിയിട്ടുണ്ടാവും ബിക്കോസ് ഓഫ് സൺ ടാൻ. അപ്പോൾ അത് കുട്ടികൾക്കും ബാധകം തന്നെയാണ്. പക്ഷേ കുട്ടികളുടെ നമ്മൾ കാര്യമാക്കുന്നില്ല. ഒരു വിഷയം എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ പൗഡർ വാരി തേച്ച് കണ്ടിട്ട് കുട്ടികളെ പുറത്ത് പോകുമ്പോൾ അങ്ങ് കൊണ്ടുപോകുന്നു. ഞാൻ ഇങ്ങനെ തന്നെ പറയൂ കേട്ടോ. ഇത് ഇങ്ങനെ എൻ്റെ ഒരു റിലേഷൻ ആക്ഷൻ കാണിച്ച് പറയുന്നത് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് കാണിച്ചാട്ടോ, സോറി. അപ്പോൾ എന്താണ്, ഈ 1 വയസ്സ് അല്ലെങ്കിൽ 6 മാസം പ്രായമുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ പൗഡറൊക്കെ അങ്ങ് വാരിപ്പൊത്തി ഈ പൗഡർ ഇട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നും കൂടെ സ്കിൻ ഡാർക്ക് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അത് കുട്ടികളുടെ സ്കിന്നിൻ്റെ ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും പൗഡർ ഇട്ടിട്ട് പുറത്തോട്ട് പോകുന്നൊരു കേസ്. കാരണം നമ്മൾ ബേബി പൗഡേഴ്സ് ആയിരിക്കും മിക്കവാറും കുട്ടി, അത് ഏത് വലിയ ബ്രാൻഡായാലും പൗഡർ ഇട്ട് കൊടുക്കുക. നമ്മൾ കുളിപ്പിച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ നമ്മൾ അണ്ടർ ആംസിൽ അല്ലെങ്കിൽ കാലിൻ്റെ ഇഴയിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും. അതല്ലാതെ ഈ പുറത്ത് പോകുന്ന സമയത്ത് പൗഡർ ഇങ്ങോട്ട് ഒപ്പിയിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അത് അവർക്ക് കൂടുതൽ ഡാർക്കണായി വരികയാണ്. അത് ഫ്യൂച്ചറിലാണ് അവർക്ക് കാണിക്കുക. അപ്പോൾ കഴിയുന്നത് അതൊക്കെ ഒഴിവാക്കുക. ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സ്കിൻ ടെക്സ്ചർ, സ്കിൻ സ്മൂത്തനിങ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓയിൽ ബുക്കിംഗ് ഈ നമ്പറിലാണ്. ഞാനിത് വീണ്ടും എടുത്ത് പറയുന്നത്, ഫസ്റ്റ് 1-2 വീഡിയോസിൽ ഞാൻ ബുക്കിംഗ് നമ്പർ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറായിരുന്നു ചോദിച്ചു. ഇപ്പോൾ കുറച്ച് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഒരാണും റിപ്ലൈ തരുന്നുണ്ടല്ലോ, അതാരാണ്, നിങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളാണോ, നിങ്ങളുടെ എംപ്ലോയി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ തരുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ തരാറുണ്ട്, എൻ്റെ നമ്പർ തരാറുണ്ട്, എൻ്റെ സിസ്റ്ററിൻ്റെ നമ്പറും തരാറുണ്ട്. സോ കൺഫ്യൂസ്ഡ് ആവണ്ട. എൻ്റെ വോയിസ് ചില സമയത്ത് ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വോയിസ് തരാറുണ്ട്, രാത്രി കുട്ടി ഉറങ്ങുന്ന സമയത്ത് വോയിസ് തരാറുണ്ട്. അപ്പോൾ സൗണ്ടിനൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും വോയിസിൽ. അപ്പോൾ അതൊക്കെ സോറി. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക്, അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് എനിക്കറിയുന്ന കാര്യങ്ങൾ, ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റോ ഒന്നുമല്ല, എനിക്ക് അറിയുന്ന, ഞാൻ എൻ്റെ കുഞ്ഞിന് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് തന്നെ ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് ട്രൈ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. കുട്ടികൾക്കായാലും മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ മുഖം നല്ല പ്രസന്നത ഉണ്ടാവുകയുള്ളൂ. അത് കൊടുക്കേണ്ട ആളുകൾ ആരാണ്, കൊടുക്കേണ്ട സറൗണ്ടിങ്സ് ഒരുക്കേണ്ടത് ആരാണ്? നമ്മൾ പാരൻസ് തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.